class of Jolly Tutorials. This is our class 10th maths chapter 4 quadratic equation. So we are continuing with it. So our last class splitting the middle term method use a quadratic equation solve. So this class next method which is completing the square method. So ഒരു എക്സാമ്പിൾ വെച്ചാൽ നമുക്ക് ഈ മെത്തേഡ് എങ്ങനെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ഇപ്പം ഞാൻ എടുത്തേക്കുന്ന എക്സാമ്പിളിനകത്ത് ഇക്വേഷൻ 3x² + 4x - 15 = 0. സോ നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ എക്സ് എന്ന് പറയുന്നത് നമ്മളുടെ വേരിയബിൾ അല്ലെങ്കിൽ ഇപ്പോൾ ഏതൊരു ഇക്വേഷൻ ആണെങ്കിലും അതിനകത്ത് വേരിയബിൾ ഏതാണോ ആ വേരിയബിൾ ഉള്ള ടേംസ് മാത്രം ലെഫ്റ്റ് സൈഡിൽ വെക്കണം. ബാക്കി വേരിയബിൾ ഇല്ലാത്ത ടേംസിനെ എല്ലാം റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകണം. സോ ഇവിടെ നോക്കൂ, ഞാൻ 3x² + 4x ലെഫ്റ്റ് സൈഡിൽ തന്നെ വെക്കുക ഈക്വൽ ടു റൈറ്റ് സൈഡിലോട്ട് 15 കൂടെ എക്സിന്റെ ടേം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ 15നെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകണം. സോ ദിസ് ഈസ് 0 + 15 which is equal to 15. This is our first step. Now second step is that നമ്മളുടെ ലീഡിങ് വേരിയബിളിൻ്റെ കോഎഫിഷ്യൻറ്റ്. ലീഡിങ് വേരിയബിൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് പവറാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിൽ അറേഞ്ച് ചെയ്തപ്പോൾ നമ്മളുടെ ഏറ്റവും ഹയസ്റ്റ് പവർ ഈ ഒരു ടേമിന് x² ആവുന്നത്. ഇതാണെങ്കിൽ x⁻1 ആവുന്നത്. സോ ഈ x²ന്റെ കോഎഫിഷ്യൻറ്റ് 1 ആയിരിക്കണം. ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് എന്ന് വെച്ചാൽ ഈ കോൺസ്റ്റന്റ് പാർട്ട് 1 ആയിരിക്കണം. അത് 1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഈ ഒരു ടേമിനെ ഡിവൈഡഡ് ബൈ 3 ചെയ്യേണ്ടത്. എന്നാലല്ലേ 3 / 3 ഇവിടെ കോഎഫിഷ്യൻറ്റ് 1 കിട്ടത്തുള്ളൂ. പക്ഷേ ഈ ഒരു ടേമിനെ മാത്രമേ നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അന്നേരം നമ്മുടെ ഇക്വേഷൻ മാറിപ്പോകും. സോ വി ഹാവ് ടു ഡിവൈഡ് എവറി ടേം വിത്ത് 3. ഓക്കെ, ഈ കംപ്ലീറ്റ് ഇക്വേഷനെ നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യണം. സോ വാട്ട് വി ഗെറ്റ് നൗ? വി ഗെറ്റ് x² + 4/3x = 15/3 which is equal to 5. അപ്പോൾ നമുക്ക് ഇപ്പം ഇങ്ങനെ ഒരു ഫോമുല കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ എക്സിന്റെ കോഎഫിഷ്യൻ്റ് ഉണ്ടല്ലോ 4/3, അതിനെ ഞാനിവിടെ ഈ സൈഡിലോട്ടൊന്ന് മാറ്റി എഴുതുക 4/3. നമ്മൾക്ക് ഇവിടെ ഏതാണ് ഈ എക്സിന്റെ കൂടെ കോഎഫിഷ്യൻ്റ് വരുന്നത് ആ ടേമിനെ ഇങ്ങോട്ട് എഴുതണം, ആ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ആ ടേമിനെ ഇങ്ങോട്ട് എഴുതണം. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രാക്ഷന്റെ ഹാഫ് എടുക്കണം. എന്ന് വെച്ചാൽ ഇതിന്റെ പകുതി എടുക്കണം. പകുതി എടുക്കാന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ മൾട്ടിപ്ലൈഡ് ബൈ 1/2 അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ 2 എന്നൊക്കെ പറയാം. സോ മൾട്ടിപ്ലൈഡ് ബൈ 1/2 ചെയ്താൽ മതി. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 / 6 എന്ന് കിട്ടും. ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 2/3 എന്ന് കിട്ടും. ഈ 2/3 നമുക്ക് കിട്ടുന്നതിന്റെ സ്ക്വയർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. നമുക്ക് ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് എന്താണോ അതിന്റെ പകുതിയാക്കി അതിനെ നമ്മൾ മൾട്ടിപ്ലൈഡ് ബൈ 1/2 ചെയ്ത് പകുതിയാക്കി ആ പകുതിയാക്കി നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 2/3 എന്ന് കിട്ടും. ആ 2/3യുടെ സ്ക്വയർ ആണ് നമ്മൾ ഇനി കൺസിഡർ ചെയ്യേണ്ടത്. സോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ എഴുതാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 2/3² ഞാൻ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആഡ് ചെയ്യും. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരു ഇക്വേഷനകത്ത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെയിം ഓപ്പറേഷൻ തന്നെ റൈറ്റ് സൈഡിലും ചെയ്യുവാണെങ്കിൽ ഇക്വേഷനകത്ത് ഒരു വ്യത്യാസവും വരത്തില്ല. സോ ഞാൻ ലെഫ്റ്റ് സൈഡിൽ 2/3² ആഡ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലും ഞാൻ 2/3² ആഡ് ചെയ്തേ പറ്റത്തുള്ളൂ. സോ ഇവിടെ നമുക്ക് നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ ആകും: x² + 4/3x + 2/3 the whole square = 5 + 2/3 the whole square. ഈ ഒരു ഫോർമാറ്റിലായി. ഇനി നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡ് നോക്കണം. ലെഫ്റ്റ് സൈഡ് ഏതെങ്കിലും ഒരു ഐഡന്റിറ്റിയുടെ ഫോമിലാണോ കിടക്കുന്നത് എന്ന് നിങ്ങൾ നോക്കണം. നോക്കിക്കേ, ഇപ്പം a + b the whole square എന്ന് പറയുമ്പം ദിസ് ഈസ് ഈക്വൽ ടു a² + 2ab + b². ഇതാണല്ലോ നമ്മൾക്ക് അറിയാവുന്ന ഒരു ഐഡന്റിറ്റിയാണ് ഇത്. ആ ഒരു ഫോമിലാണ് ഇത് കിടക്കുന്നതെന്ന് നോക്കണം. നോക്കിക്കേ, ഇത് എക്സിനെ ഞാൻ a ആയിട്ടും എടുക്കുക ആൻഡ് ബിന്റെ വാല്യൂ ഞാൻ 2/3 എന്നും എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് ഈ ഫോമാറ്റിൽ തന്നെയാണോ കിടക്കുന്നത്? നോക്കിക്കേ, a² എന്ന് പറയുമ്പോൾ x² + b² എന്ന് പറയുമ്പോൾ 2/3 the whole square. ഇത് 2ab ഫോമിലാണ് കിടക്കുന്നത് നോക്കാം. എന്ന് വെച്ചാൽ 2 × a എന്ന് പറയുന്നത് x × b എന്ന് പറയുന്നത് 2/3. നോക്കിക്കേ, സിംപ്ലിഫൈ ചെയ്താൽ 2 × 2 4/3x. കറക്റ്റ് അല്ലേ?
അപ്പം ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നമ്മളുടെ ഈ ഇക്വേഷൻ ഈ ഒരു ഫോർമാറ്റിലാണ് കിടക്കുന്നത്. നമുക്ക് അതിനെ ഷോർട്ടൺ ചെയ്തിട്ട് a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നപ്പോൾ എഴുതാൻ പറ്റുമല്ലോ. സോ ഞാനിപ്പം എക്സ്പാൻഡഡ് ഫോമിൽ കിടക്കുന്ന ഇതിനെ ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് ഷോർട്ട് ഫോമിലാക്കാൻ പോവാം, വിച്ച് ഇസ് എക്സ് പ്ലസ് 2/3 ദ ഹോൾ സ്ക്വയർ a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു ഇത് 5 പ്ലസ് 2/3 ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ 5 പ്ലസ് 4/9. ഇത് നമ്മൾ LCM എടുക്കുമ്പോൾ ഇത് 45 പ്ലസ് 4 ഡിവൈഡഡ് ബൈ 9 എന്നാകും, വിച്ച് ഇസ് ഈക്വൽ ടു 49/9. സോ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ഫോമാറ്റ് എക്സ് പ്ലസ് 2/3 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 49 ഡിവൈഡഡ് ബൈ 9. ഇനി നമ്മളിതിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യും? നമുക്ക് എന്താണ് ഇതിൽ നിന്ന് നമ്മൾ ഇത്രയും ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടേണ്ടത്? നമുക്ക് എക്സിന്റെ വാല്യൂ ആണ് കിട്ടേണ്ടത്. സോ ഈ ഒരു ഫോർമാറ്റിൽ നിന്ന് ഞാൻ എക്സിന്റെ വാല്യൂ ഇനിയും കണ്ടുപിടിക്കണം. നോക്കൂ, ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫോർമാറ്റ് എക്സ് പ്ലസ് 2/3 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 49 ഡിവൈഡഡ് ബൈ 9. ഇനി ഞാൻ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും സ്ക്വയർ റൂട്ട് എടുക്കാൻ പോവാം. രണ്ട് ഈ കംപ്ലീറ്റ് ടേംസിന്റെ സ്ക്വയർ റൂട്ട് എടുക്കാൻ പോവാം. അപ്പൊ നോക്കിയേ, ഇത് സ്ക്വയർ റൂട്ട് വരും, ഇവിടെയും സ്ക്വയർ റൂട്ട് വരും. ഇവിടെ ഒരു സ്ക്വയറും സ്ക്വയർ റൂട്ടും ഉള്ളപ്പം അത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകുമല്ലോ. സോ വി ഗെറ്റ് ഹിയർ എക്സ് പ്ലസ് 2/3 എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ 5 സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ എനിക്ക് ആൻസർ എന്ത് കിട്ടും? റൂട്ട് ഓഫ് 25 വിച്ച് ഇസ് അഗൈൻ 5. അതിന് പകരം ആദ്യമേ ഇതിൽ നിന്ന് റൂട്ട് ഓഫ് 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ സ്ക്വയറും റൂട്ടും കൂടെ ക്യാൻസൽ ആയിപ്പോയി നമുക്ക് ആൻസർ 5 ഡയറക്റ്റ് തന്നെ അവിടെ നിന്ന് കിട്ടും, മനസ്സിലാക്കാൻ പറ്റും. സോ ഇത് എക്സ് പ്ലസ് 2/3 എന്നാകും. ഈ സ്ക്വയറും ഈ റൂട്ടും കൂടെ ക്യാൻസൽ ആയിട്ട് ഈക്വൽ ടു 49ന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ 7, 3ന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ 9ന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ 3. അപ്പൊ ഈ ഫോമിൽ കിട്ടിയല്ലോ. പക്ഷെ ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ റൈറ്റ് സൈഡിൽ സ്ക്വയർ റൂട്ട് എടുക്കുമ്പം പ്ലസ് ഓർ മൈനസ് എന്നിടണം. ഇവിടെ വന്നിട്ട് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ പ്ലസ് ഓർ മൈനസ് എന്നിടണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം -2 ഇൻറ്റു സ്ക്വയർ എത്രയായിരിക്കും? -2 ഇൻറ്റു -2, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ്, പോസിറ്റീവ് ആയിട്ട് നമുക്ക് ആൻസർ 4 കിട്ടും. 2 സ്ക്വയറിന്റെ ആൻസർ എന്താ? അതും 4 ആണ്. സോ ഞാൻ 4ന്റെ റൂട്ട് എടുത്താൽ ദ ആൻസർ വുഡ് ബി പ്ലസ് ഓർ -2. കാരണം -2ന്റെ സ്ക്വയറും 4 പോസിറ്റീവ് 2ന്റെ സ്ക്വയറും 4 തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പ്ലസ് ഓർ മൈനസ് എന്നിടുന്നത്. ഇനി നോക്കൂ, എനിക്ക് എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എക്സ് ഈക്വൽ ടു ഞാൻ ഈ 2/3നെ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകണമല്ലോ എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ. സോ ഇത് പ്ലസ് ഓർ മൈനസ് 7/3. ഇത് ഇവിടെ പോസിറ്റീവ് ആണ്, ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഇത് -2/3 എന്ന് വരും. ഇനി നമുക്ക് എക്സിന്റെ രണ്ട് ഓപ്ഷൻസ് അല്ലെങ്കിൽ രണ്ട് വാല്യൂ കിട്ടും. കാരണം ഇവിടെ ഒരു പ്ലസ് ഓർ മൈനസ് ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ അതിനെ രണ്ടായിട്ട് നമ്മൾ സോൾവ് ചെയ്യണം. അതായത് പോസിറ്റീവ് 7/3 വരുമ്പോൾ എന്താണ് ആൻസർ എന്ന് സോൾവ് ചെയ്യണം, നെഗറ്റീവ് 7/3 വരുമ്പോൾ എന്താണ് ആൻസർ വരുന്നതെന്ന് നമ്മൾ സോൾവ് ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് എക്സിന്റെ രണ്ട് വാല്യൂസ് കിട്ടുന്നത്. സോ ദിസ് വുഡ് ബി എക്സ് ഈക്വൽ ടു, ആദ്യം ഞാൻ പോസിറ്റീവ് കൺസിഡർ ചെയ്യുക, പോസിറ്റീവ് 7/3 മൈനസ് 2/3 ഓർ എക്സ് ഈക്വൽ ടു നെഗറ്റീവ് 7/3 മൈനസ് 2/3. ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ 3 ഡിനോമിനേറ്റർ സെയിം ആണ്, 7 മൈനസ് 2 5/3 ഓർ എക്സ് ഈക്വൽ ടു -7 മൈനസ് 2. ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് ആവും. സോ ഇത് -9/3 ഓർ ദിസ് ഇസ് ഈക്വൽ ടു -3. സോ നമുക്ക് എക്സിന്റെ രണ്ട് വാല്യൂസ് കിട്ടുന്നുണ്ട്, രണ്ട് റൂട്ട്സ് അല്ലെങ്കിൽ രണ്ട് സൊല്യൂഷൻസ് കിട്ടുന്നുണ്ട്. ഒന്ന് 5/3 മറ്റേത് -3. ഇങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട് അല്ലെങ്കിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. നമ്മുടെ ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ക്വാഡ്രാറ്റിക് ഫോർമുല എന്താണെന്ന്. സോ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം ആണല്ലോ ഇത്, ax² + bx + c = 0 where a is not equal to 0. അന്നേരം ഇതിനകത്ത് നമ്മളുടെ ഓരോ x² ടേമിന്റെ x ടേമിന്റെ ഒക്കെ കോഎഫിഷ്യൻസ് ആണ് a, b, c എന്നൊക്കെ പറയുന്നത്. a, b, c അതിനകത്ത് റിയൽ നമ്പേഴ്സ് ആണ്. സോ നമ്മളിനി ഒരു ഡയറക്റ്റ് ഫോർമുലയാണ് ഇപ്പം പറയാൻ പോകുന്നത്. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ കേട്ടോ. ഒരു ഇതിനകത്ത് ഈ എക്സിന്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ഫോർമുല നമ്മളുടെ അത് ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ആ ഫോർമുല വെച്ച് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതെന്താണെന്ന് ഇനി നോക്കാം. ആ ഫോർമുലയാണ് എക്സ് ഈക്വൽ ടു -b ± √(b² - 4ac
the whole divided by 2a. ഈ ഫോർമുല നമുക്ക് എപ്പോഴാണ് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ when b square minus 4ac is greater than or equal to 0. അതായത് ഈ ബി സ്ക്വയർ മൈനസ് 4ac ഇത്രയും ഫുൾ ടേം ഇല്ല നമ്മുടെ ഈ റൂട്ടിനകത്ത് കിടക്കുന്നത്, ആ ടേം ഒരു 0 ആകാം അല്ലെങ്കിൽ 0-നേക്കാളും വലിയ പോസിറ്റീവ് നമ്പേഴ്സ് ആകാം. ആ ഒരു കണ്ടീഷനിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റൂട്ടിനകത്ത് നെഗറ്റീവ് നമ്പർ വന്നാൽ അത് പിന്നെ ഇച്ചിരി കൂടി കോംപ്ലിക്കേറ്റഡ് ആകും, കോംപ്ലക്സ് നമ്പർ ഒക്കെ, അതിപ്പം നിങ്ങൾ പഠിക്കാറായിട്ടില്ല. സോ നെഗറ്റീവ് നമ്പർ വരുന്ന കേസ് നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. when b square minus 4ac is greater than or equal to 0, അപ്പോൾ നമുക്ക് എക്സ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഡയറക്റ്റ് ഫോർമുലയാണിത്. ഈ ബി എന്ന് പറയുന്ന ഈ ഫോർമുലക്കകത്ത് ബി ആണ്. ഓക്കെ, എ എന്ന് പറയുന്നത് ദിസ് കോഎഫിഷ്യന്റ്, സി എന്ന് പറയുന്നത് ഈ കോൺസ്റ്റന്റ്. സോ നെഗറ്റീവ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac the whole divided by 2a, and you have to study this. സോ നമ്മൾ മുമ്പേ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്ത് സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഈ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്തൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. കറക്റ്റ് സെയിം ആൻസർ കിട്ടുമല്ലോ എന്ന് നോക്കാം. സോ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്കറിയാം എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് എ, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ബി, ആൻഡ് നമ്മളുടെ കോൺസ്റ്റന്റ് സി. സോ എയുടെ വാല്യൂ 3, ബിന്റെ വാല്യൂ 4 ആൻഡ് സിന്റെ വാല്യൂ -15. ഈ നെഗറ്റീവ് സൈൻ വരുമ്പോൾ നിങ്ങൾ അത് കോഎഫിഷ്യന്റിന്റെ കൂടെ കൺസിഡർ ചെയ്യാൻ മറക്കരുത്. സോ സിന്റെ വാല്യൂ -15. നമ്മുടെ ഫോർമുലയാണ് എക്സ് ഈക്വൽ ടു നെഗറ്റീവ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഇനിയിപ്പം ഞാൻ ഇവിടെ സൈഡിൽ ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ കണ്ടുപിടിച്ച് വെച്ചേക്കുക. നമുക്ക് ബി സ്ക്വയർ മൈനസ് 4ac ചെയ്യുമ്പം 4 സ്ക്വയർ 16 മൈനസ് 4 ഇൻറ്റു 3 ഇൻറ്റു -15 നമുക്ക് 196 എന്ന് അതിൻ്റെ വാല്യൂ കിട്ടും. സോ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് ഈക്വൽ ടു നെഗറ്റീവ് ബി എന്ന് പറയുമ്പോൾ -4 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac റൂട്ട് ഓഫ് 196 ഡിവൈഡഡ് ബൈ 2a, 2 ഇൻറ്റു 3. ഇതിൻ്റെ വാല്യൂ എത്ര കിട്ടും? -4 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 196 എന്ന് പറയുമ്പോൾ നമുക്ക് 14 കിട്ടും. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3 6. സോ നമുക്ക് ഇതിന് ഇനി 2 വാല്യൂ കിട്ടും. നമ്മൾ ഒന്ന് പോസിറ്റീവും കൺസിഡർ ചെയ്യണം, മറ്റേത് നെഗറ്റീവ് വാല്യൂ കൺസിഡർ ചെയ്യണം. സോ -4 പ്ലസ് 14 ഡിവൈഡഡ് ബൈ 6 ഓർ -4 മൈനസ് 14 ഡിവൈഡഡ് ബൈ 6. ദിസ് ഈസ് ഈക്വൽ ടു -4 പ്ലസ് 14 എന്ന് പറയുമ്പോൾ 10 by 6 ഓർ ദിസ് ഇസ് പോസിറ്റീവ് നെഗറ്റീവ് 18 by 6. സോ നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5 എന്നും ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3 എന്നും കിട്ടും. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -3 എന്നും കിട്ടും. സോ വി ഗെറ്റ് ദ വാല്യൂസ് ഓഫ് എക്സ് ആസ് 5/3 ഓർ -3. നമ്മൾ നമ്മുടെ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ചെയ്ത് നമുക്ക് ഈ സെയിം ആൻസർ തന്നെയല്ലേ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുല, ഈ ഒരു ഫോർമുലയ്ക്ക് പറയുന്ന പേരാണ് ക്വാഡ്രാറ്റിക് ഫോർമുല. ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. I hope you understood and enjoyed this class. So see you in the next time or in the next class. Till then, bye.